ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്? ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഒരു രൂപാന്തരമായ ഗ്രാഫൈറ്റ് കറുത്തതും മൃദുലവുമായ പദാർത്ഥമാണ്. അതിന്റെ കറുത്ത നിറവും മയം കാരണം ഇത് ബ്ലാക്ക് ലെഡ് എന്ന് അറിയപ്പെടുന്നു, പ്രത്യേകിച്ച് പെൻസിലുകളിൽ ഉപയോഗിക്കുന്നതിനാൽ. കലിംഗയുഗത്തിൽ മനനൊന്ത് ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി? അശോകൻ. BC 261 നടന്ന കലിംഗയുഗത്തിലെ ഭീകരതയിൽ മനനൊന്ത് മൗര്യചക്രവർത്തിയായ അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു. അതിനുശേഷം യുദ്ധം ഉപേക്ഷിച്ച് ധർമ്മമാർഗത്തിലൂടെ ഭരണം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. കലിംഗയുദ്ധം നടന്ന വർഷം? BC 261. കലിംഗയുദ്ധം BC 261 മൗര്യചക്രവർത്തിയായ അശോകനും കലിംഗരാജ്യവും തമ്മിലാണ് നടന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക യുദ്ധമാണിത്. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടുകിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ത്രിപുര. ത്രിപുര ഇന്ത്യൻ ഉപദ്വീപിലെ ഒരു സംസ്ഥാനമാണ്. ഇതിന്റെ 3 വശങ്ങളും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നു. പാഴ്സി മതം സ്ഥാപിച്ചത്? സൊരാസ്ട്രർ. സൊരാസ്ട്രറാണ് പേർഷ്യൻ മതമായ സൊരാസ്ട്രിയനിസം അഥവാ പാഴ്സി മതം സ്ഥാപിച്ചത്. ഇതിനെ ലോകത്തിലെ ആദ്യ ഏകദൈവ വിശ്വാസ മതങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. പാഴ്സികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിലെ ഉഡ്വാഡ പാഴ്സി മതക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെയാണ് ഏറ്റവും പുരാതനമായ അഗ്നിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത്? ബീബി കാ മക്ബറ. ഔറംഗസേബിന്റെ ഭാര്യ റബിയ ഉൽ ദൗറാനിയുടെ ശവകുടീരമായ ബീബി കാ മക്ബറ താജ്മഹലിന്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ്. താജ്മഹലിന്റെ അത്രയും ഭംഗിയില്ലാത്തതിനാൽ ഇത് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ നടത്തിയ സൈനിക നടപടി? ഓപ്പറേഷൻ വിജയ്. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം? ബ്യൂട്ടേൻ. ദ്രവീകൃത പെട്രോളിയം വാതകം LPG അഥവാ പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ പ്രൊപ്പേനും ബ്യൂട്ടേനുമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇന്ത്യൻ മാക്കിയവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ചാണക്യൻ. കൗടില്യൻ എന്നും അറിയപ്പെടുന്ന ചാണക്യൻ പ്രാചീന ഇന്ത്യയിലെ ഒരു തന്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലെ രാഷ്ട്രതന്ത്ര തത്വങ്ങൾ കാരണം ഇദ്ദേഹത്തെ ഇന്ത്യൻ മാക്കിയവല്ലി എന്ന് വിശേഷിപ്പിക്കുന്നു. അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ്? ജെയിംസ് ബുക്കാനൻ. അമേരിക്കയുടെ 15ാമത്തെ പ്രസിഡന്റായിരുന്ന ജെയിംസ് ബുക്കാനൻ മാത്രമാണ് അവിവാഹിതനായി വൈറ്റ് ഹൌസിൽ താമസിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ്. പാവങ്ങളുടെ മത്സ്യം എന്നറിയപ്പെടുന്നത്? ചാള. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പോഷകസമൃദ്ധവും വിലകുറഞ്ഞതുമായ ഭക്ഷണമായതിനാൽ ചാളയെ പാവങ്ങളുടെ മത്സ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. പസഫിക്കിന്റെ കവാടം എന്നറിയപ്പെടുന്നത്? പനാമ കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട കപ്പൽ ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ്. പസഫിക് സമുദ്രത്തിലേക്കുള്ള ഒരു പ്രധാന കവാടമാണിത്. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ? അഡ്രിനാലിൻ. ഭയം, സമ്മർദ്ദം, ആവേശം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഇത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ശരീരത്തെ പ്രതികരണത്തിനായി ഒരുക്കുകയും ചെയ്യുന്നു. പാലിന്റെ മഞ്ഞനിറത്തിന് കാരണം എന്തിന്റെ സാന്നിധ്യമാണ്? കരോട്ടിൻ. പാലിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിൻ എന്ന പിഗ്മെന്റ് ആണ് പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്നത്. കരോട്ടിൻ വിറ്റാമിൻ എയുടെ ഒരു മുൻഗാമിയാണ്. പാട്ന നഗരത്തിന്റെ പഴയ പേര്? പാടലീപുത്രം. പ്രാചീന ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊന്നായിരുന്ന പാടലീപുത്രം മഗധ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. ഇന്നത്തെ പാട്ന നഗരം ഈ പുരാതന നഗരത്തിന്റെ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്.
കോർപ്പറേഷനിൽ പ്രഥമസ്ഥാനം വഹിക്കുന്ന വ്യക്തി. മേയർ. നഗരസഭ അഥവാ കോർപ്പറേഷന്റെ തലവനാണ് മേയർ. നഗരഭരണത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും മേയർക്ക് പ്രധാന പങ്കുണ്ട്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയുടെ ദേശീയ ഭൂപട നിർമ്മാണ ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. പാലിലടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ലാക്ടേസ്. പാലിൽ കാണുന്ന ഷുഗറായ ലാക്ടോസിനെ ദഹിപ്പിക്കാൻ മനുഷ്യശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടേസ്. ഈ എൻസൈമിന്റെ അഭാവമാണ് ലാക്ടോസ് അസഹിഷ്ണുതയ്ക്ക് കാരണം. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഐമ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സ്ഥിതിചെയ്യുന്നത്. ഇന്ത്യൻ സൈന്യത്തിലെ ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള പ്രധാന സ്ഥാപനമാണിത്. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. സിന്ധു നദി പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയതും പ്രധാനപ്പെട്ടതുമായ നദിയാണ്. പാകിസ്ഥാന്റെ ജീവരേഖയായി ഇത് കണക്കാക്കപ്പെടുന്നു. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് ഉപയോഗത്തിലുള്ളത്? ഹിമാചൽ പ്രദേശ്. പഹാരി ഭാഷകൾ പ്രധാനമായും ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ പർവ്വതപ്രദേശങ്ങളിലും നേപ്പാളിലും സംസാരിക്കപ്പെടുന്നു. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചതിനാൽ ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പാലിയന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽ. പുരാതനകാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളായ ഫോസിലുകളെക്കുറിച്ചുള്ള പഠനശാഖയാണ് പാലിയന്റോളജി. ഭൂമിയുടെ ജീവചരിത്രം മനസ്സിലാക്കാൻ ഈ പഠനം സഹായിക്കുന്നു. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ രാമണ്ണ. ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ശാസ്ത്രജ്ഞനാണ് രാജാ രാമണ്ണ. 1974 പൊക്രാൻ ആണവ പരീക്ഷണത്തിൽ ഇദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. പാകിസ്ഥാന്റെ ദേശീയഗാനം ഖ്വാമി തരാന. ഖ്വാമി തരാന ആണ് പാകിസ്ഥാന്റെ ദേശീയഗാനം. ഹഫീസ് ജലന്ധരിയാണ് ഇത് രചിച്ചത്. ഭരണഘടനപ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 53(1) പ്രകാരം ഇന്ത്യൻ യൂണിയന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. എന്നാൽ യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കാണ്. കബഡിയുടെ ജന്മനാട് ഇന്ത്യ. കബഡി ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒരു പരമ്പരാഗത കായിക വിനോദമാണ്. ഏഷ്യൻ ഗെയിംസിലും മറ്റ് അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഇന്ത്യക്ക് ഈ ഇനത്തിൽ മികച്ച റെക്കോർഡുണ്ട്. പാലവംശം സ്ഥാപിച്ചത് ഗോപാലൻ. 8-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ പാലവംശം സ്ഥാപിച്ചത് ഗോപാലനാണ്. ഈ വംശം ഏകദേശം 4 നൂറ്റാണ്ടുകളോളം കിഴക്കൻ ഇന്ത്യ ഭരിച്ചു. ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡെസിബൽ dB. ഉയർന്ന ഡെസിബൽ അളവിലുള്ള ശബ്ദം മനുഷ്യന് കേൾവി ദോഷകരവും ശബ്ദമലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യും. പാതാഗുളികകളായി ഉപയോഗിക്കുന്നത് നാഫ്തലീൻ. പാറ്റകളെയും മറ്റു പ്രാണികളെയും അകറ്റാൻ ഉപയോഗിക്കുന്ന പാതാഗുളികകളിലെ പ്രധാന രാസവസ്തു നാഫ്തലീനാണ്. ഇതിന് പ്രത്യേക ഗന്ധമുണ്ട്. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മഗല്ലൻ. പോർച്ചുഗീസ് പര്യവേക്ഷകനായ ഫെർഡിനാൻഡ് മഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത്. സമാധാനപരമായ എന്ന അർത്ഥം വരുന്ന പസഫിക്കോ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് വന്നത്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ, മെത്നോൾ, വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. കാരണം ഇത് മുൻപ് മരം വാരിയെടുക്കുന്നതിലൂടെ നിർമ്മിച്ചിരുന്നു. ഇതൊരു വിഷപദാർത്ഥമാണ്. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം
നെഫ്രോൺ. വൃക്കകളുടെ അടിസ്ഥാന ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റാണ് നെഫ്രോൺ. രക്തം ശുദ്ധീകരിക്കുകയും മൂത്രം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നത് നെഫ്രോണുകളാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം എംഎൽഎ ആയിരുന്നത് സിസ്റ്റർ ഹരിദാസ്. കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ കാലയളവ് എംഎൽഎ ആയിരുന്ന വ്യക്തിയാണ് സിസ്റ്റർ ഹരിദാസ്. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം AD 52. ക്രിസ്തുശിഷ്യനായ സെന്റ് തോമസ് AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്നെത്തിയതായും ക്രൈസ്തവമതം പ്രചരിപ്പിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ആദ്യത്തെ വനിതാ അധ്യക്ഷ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ തൊഴിൽ രഹിതരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകളനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ളത്. കേരളത്തിൽ ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡ്. 1984 മെയ് 24 കാസർഗോഡ് ജില്ല നിലവിൽ വന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ്. ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനുശേഷം 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം പുന്നപ്ര വയലാർ. 1946 തിരുവിതാംകൂറിൽ നടന്ന പുന്നപ്ര വയലാർ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയായിരുന്നു ഈ സമരം. ഹീലിയം കണ്ടുപിടിച്ചത് റാംസേ. 1895 ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ വില്യം റാംസേയാണ് ഹീലിയം എന്ന മൂലകം ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുത്തത്. സൂര്യന്റെ സ്പെക്ട്രത്തിൽ നിന്നാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ചരകൻ ഏത് നിലയിലാണ് പ്രസിദ്ധനായിരുന്നു? ഭിഷഗ്വരൻ. പ്രാചീന ഇന്ത്യയിലെ ആയുർവേദത്തിലെ പ്രമുഖ ഭിഷഗ്വരരിൽ ഒരാളാണ് ചരകൻ. അദ്ദേഹത്തിന്റെ ചരകസംഹിത ആയുർവേദത്തിലെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റെനെ ദെക്കാർത്തെ. ഫ്രഞ്ച് തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന റെനെ ദെക്കാർത്തെ എന്നെങ്കിലും ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്, കോഗിറ്റോ എഗോ സം എന്ന പ്രസ്താവനയിലൂടെ പ്രസിദ്ധനാണ്. ഇദ്ദേഹത്തെ ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവായി കണക്കാക്കുന്നു. തഞ്ചാവൂരിലെ ബൃഹദീശ്വരക്ഷേത്രം രാജരാജക്ഷേത്രം പണികഴിപ്പിച്ചത് ആര്? രാജരാജചോളൻ ഒന്നാമൻ. ചോള രാജാവായ രാജരാജചോളൻ ഒന്നാമൻ പണികഴിപ്പിച്ച ബൃഹദീശ്വര ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. തിമൂർ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താനായിരുന്നത് നസീറുദ്ദീൻ മഹ്മൂദ്. മധ്യേഷ്യൻ ആക്രമണകാരിയായ തിമൂർ 1398 ഇന്ത്യ ആക്രമിച്ചപ്പോൾ തുഗ്ലക്ക് വംശത്തിലെ നസീറുദ്ദീൻ മഹ്മൂദ് ഷാ ആയിരുന്നു ഡൽഹി സുൽത്താൻ. ഈ ആക്രമണം ഡൽഹി സുൽത്താനേറ്റിന്റെ തകർച്ചയ്ക്ക് കാരണമായി. നാഗാർജുന സാഗർ ഡാം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ് തെലങ്കാന അതിർത്തിയിൽ. കൃഷ്ണ നദിയിൽ നിർമ്മിച്ച നാഗാർജുന സാഗർ ഡാം ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിറകളിൽ ഒന്നാണിത്. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് പക്ഷി. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളിലൊന്നായ ഹമ്മിങ് പക്ഷികൾക്ക് ചിറകുകൾ വളരെ വേഗത്തിൽ ചലിപ്പിച്ച് പിന്നോട്ട് പറക്കാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ. ഒരു വസ്തുവിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആൾട്ടിമീറ്റർ. വിമാനങ്ങളിലും പർവ്വതാരോഹണത്തിലും ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നു. ഷാജഹാന്റെ മൂത്ത പുത്രൻ
ദാരാ ഷിക്കോ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ മൂത്ത പുത്രനായിരുന്നു ദാരാ ഷിക്കോ. ഔറംഗസേബുമായി സിംഹാസനത്തിനുവേണ്ടി നടന്ന യുദ്ധത്തിൽ ഇദ്ദേഹം പരാജയപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യന്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. തുടയെല്ല് എന്നറിയപ്പെടുന്ന ഫീമർ മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയതും ബലമുള്ളതുമായ അസ്ഥിയാണ്. ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണ്? സത്ലജ്. പഞ്ചാബിലെ ഫിറോസ്പൂർ നഗരം സത്ലജ് നദിയുടെ തീരത്താണ് സ്ഥിതിചെയ്യുന്നത്. ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു നഗരമാണിത്. ബഹിരാകാശയാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. കൽപ്പന ചൗള ബഹിരാകാശത്തു പോയ ആദ്യ ഇന്ത്യൻ വംശജയായ വനിതയാണ്. 1997 കൊളംബിയ ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്ത അവർ 2003 കൊളംബിയ ദുരന്തത്തിൽ മരണപ്പെട്ടു. നാഷണൽ ഹെറാൾഡ് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ലക്നൌ. ജവഹർലാൽ നെഹ്റു 1938 ലക്നൌവിൽ നിന്ന് ആരംഭിച്ച ഇംഗ്ലീഷ് ദിനപത്രമാണ് നാഷണൽ ഹെറാൾഡ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. 1964 സാഹിത്യ നോബൽ നിരസിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ ജീൻ പോൾ സാർത്ര. ഫ്രഞ്ച് ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന ജീൻ പോൾ സാർത്ര തനിക്ക് ലഭിച്ച 1964 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നിരസിച്ചു. ഏതൊരു സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗിക ബഹുമതികളും തനിക്ക് സ്വീകാര്യമല്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ എവിടെയാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത്? പുതുച്ചേരി. മുൻ ഫ്രഞ്ച് കോളനിയായ പുതുച്ചേരിയിൽ ഫ്രഞ്ച് സംസ്കാരവും ഭാഷയും പ്രചരിപ്പിക്കുന്നതിനായി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഇതിന് വലിയ പങ്കുണ്ട്. ഫ്രാൻസിലെ എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്? 5ാമത്തെ. 1958 നിലവിൽ വന്ന ഫ്രാൻസിന്റെ നിലവിലെ ഭരണഘടനയാണ് 5ാം റിപ്പബ്ലിക്. ശക്തമായ പ്രസിഡന്റ് പദവിയുള്ള ഒരു അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണിത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത കെ.ആർ. ഗൗരിയമ്മ. കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയയായ നേതാവായിരുന്ന കെ.ആർ. ഗൗരിയമ്മ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വനിതയാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ അംഗം കൂടിയായിരുന്നു അവർ. ഏതു വംശക്കാരുടെ സംഭാവനയാണ് ഗാന്ധാരകല? ഇന്തോ ഗ്രീക്കുകാർ. പുരാതന ഇന്ത്യയിൽ ഇന്തോ ഗ്രീക്ക് സ്വാധീനത്തിൽ വികസിച്ച ഒരു കലാരൂപമാണ് ഗാന്ധാരകല. ബുധന്റെ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ ഈ ശൈലി വ്യാപകമായി ഉപയോഗിച്ചു. ഒരു മൈൽ എത്ര അടിയാണ്? 5280. ഒരു മൈൽ ദൂരം എന്നത് 5280 അടിക്ക് തുല്യമാണ്. അളവുകളുടെ സാമ്രാജ്യത്വ സമ്പ്രദായത്തിലെ ഒരു യൂണിറ്റാണിത്. ഏതു വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്? ലൂയിസ് വാഷ്കാൻസ്കി. 1967 ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയാണ് ദക്ഷിണാഫ്രിക്കക്കാരനായ ലൂയിസ് വാഷ്കാൻസ്കി. ക്രിസ്ത്യൻ ബാർനാഡാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏതു വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പ്. നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സ്കാൻഡിനേവിയൻ പ്രദേശം യൂറോപ്പ് വൻകരയുടെ വടക്കുഭാഗത്താണ് സ്ഥിതിചെയ്യുന്നത്. ഈ രാജ്യങ്ങൾക്ക് പൊതുവായ ചരിത്രവും സംസ്കാരവുമുണ്ട്. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്നത് എം.പി. വീരേന്ദ്രകുമാർ. പ്രമുഖ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനുമായിരുന്ന എം.പി. വീരേന്ദ്രകുമാർ കേരള മന്ത്രിസഭയിൽ ഏറ്റവും കുറഞ്ഞ കാലയളവ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇവിടെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ബുദ്ധമതം സ്വീകരിച്ചവരുടെ എണ്ണം കൂടുതലാണ്.
1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമായി താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ചത്? ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ-പാക് യുദ്ധത്തിനു ശേഷം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിൽ ഒപ്പിട്ട കരാറാണ് താഷ്കെൻഡ് കരാർ. ഈ കരാറിന് തൊട്ടുപിന്നാലെ ശാസ്ത്രി അന്തരിച്ചു. നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? സർദാർ പട്ടേൽ. ഹൈദരാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി SVPNPA ഇന്ത്യൻ പോലീസ് സർവീസിലെ ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്നതിനുള്ള പ്രധാന സ്ഥാപനമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്ററാണ്? 1852. കടലിലെയും ആകാശത്തിലെയും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ ഏകദേശം 1852 മീറ്ററിന് തുല്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ, വാഴപ്പഴം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? കോട്ടയം. കോട്ടയം ജില്ല കേരളത്തിൽ കൊക്കോ, വാഴപ്പഴം എന്നിവയുടെ ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകളിലൊന്നാണ്. ഈ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഇവിടെയുണ്ട്. ഹീമോഗ്ലോബിനിലുള്ള ലോഹം? ഇരുമ്പ്. ചുവന്ന രക്താണുക്കളിലെ ഓക്സിജൻ വാഹക പ്രോട്ടീനായ ഹീമോഗ്ലോബിനിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ശരീരത്തിലെ ഓക്സിജൻ വിതരണത്തിൽ ഇരുമ്പിന് നിർണായക പങ്കുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ തേയില ഉത്പാദന ജില്ലയാണ് ഇടുക്കി. മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലെ തേയിലത്തോട്ടങ്ങൾ പ്രസിദ്ധമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ചുമതല ഈ കമ്മീഷനാണ്. ഏതു വർഷമാണ് ലോകജനസംഖ്യ 6 ബില്യൺ തികഞ്ഞത്? 1999. 1999 ഒക്ടോബർ 12 ലോകജനസംഖ്യ 6 ബില്യൺ തികഞ്ഞതായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ഇത് അതിവേഗം വളരുന്ന ലോകജനസംഖ്യയുടെ ഒരു നാഴികക്കല്ലായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷപദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി? സോണിയാഗാന്ധി. ഇറ്റാലിയൻ വംശജയായ സോണിയാഗാന്ധി വിവാഹശേഷം ഇന്ത്യൻ പൗരത്വം നേടുകയും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയാവുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയിൽ ആർജിത പൗരത്വമുള്ള ഏക വനിതയാണ് ഈ സ്ഥാനത്ത് എത്തിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല? എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളമാണ്. ഭരണപരമായ സൗകര്യങ്ങൾക്കായി ജില്ലകളെ താലൂക്കുകളായി വിഭജിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത്? ഗവർണർ. സംസ്ഥാനത്തിന്റെ തലവനും രാഷ്ട്രപതിയുടെ പ്രതിനിധിയുമായ ഗവർണറെയാണ് സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. രാഷ്ട്രപതിയെ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി കണക്കാക്കുന്നതുപോലെയാണിത്. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം? 1959. 1957 അധികാരത്തിലെത്തിയ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ നടന്ന ഒരു ബഹുജന പ്രക്ഷോഭമാണ് 1959 വിമോചന സമരം. ഈ സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടു. നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം? 300. നവജാത ശിശുക്കൾക്ക് ഏകദേശം 300 അസ്ഥികളാണ് ഉള്ളത്. മുതിർന്നവരിൽ ഇത് 206 ആയി കുറയുന്നു. കാരണം ചില അസ്ഥികൾ വളർച്ചയുടെ ഘട്ടത്തിൽ കൂടിച്ചേരുന്നു. വേൾഡ് വൈൽഡ് ഫണ്ടിന്റെ ചിഹ്നം? ഭീമൻ പാണ്ട. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ WWF ഔദ്യോഗിക ചിഹ്നം ഭീമൻ പാണ്ടയാണ്. പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? സെറിബെല്ലം.
മസ്തിഷ്കത്തിലെ സെറിബെല്ലം അഥവാ അനുമസ്തിഷ്കം ശരീരത്തിലെ പേശികളുടെ ചലനം, സന്തുലിതാവസ്ഥ, ഏകോപനം എന്നിവ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സഹോദരങ്ങൾ പ്രധാനമന്ത്രിമാരായ രാജ്യം തായ്ലൻഡ്. തായ്ലൻഡിൽ താക്സിൻ ഷിനവത്രിയും അദ്ദേഹത്തിന്റെ സഹോദരി യിങ് ഷിനവത്രിയും പ്രധാനമന്ത്രിമാരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത് ആ രാജ്യത്തെ രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകതയാണ്. നാഗാർജുനൻ, വസുമിത്രൻ, സുശ്രുതൻ എന്നിവർ ആരുടെ സദസ്സിലായിരുന്നു? കനിഷ്കൻ. കുശാന ചക്രവർത്തിയായ കനിഷ്കന്റെ സദസ്സിൽ നാഗാർജുനൻ, തത്വചിന്തകൻ, വസുമിത്രൻ, ബുദ്ധമത പണ്ഡിതൻ, സുശ്രുതൻ, ആയുർവേദ ഭിഷഗ്വരൻ തുടങ്ങിയ പ്രമുഖർ ഉണ്ടായിരുന്നു. കനിഷ്കൻ കലയെയും വിജ്ഞാനത്തെയും പ്രോത്സാഹിപ്പിച്ചു. കാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം. ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും കാൻസർ ബാധിക്കാമെങ്കിലും ഹൃദയത്തെ കാൻസർ ബാധിക്കുന്നത് വളരെ അപൂർവമാണ്. ഹൃദയപേശികളുടെ പ്രത്യേകതകളും കോശവിഭജന നിരക്ക് കുറവായതുമാണ് ഇതിന് പ്രധാന കാരണം. ഖജുരാഹോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മതങ്ങൾ ജൈനമതവും ശൈവമതവും. മധ്യപ്രദേശിലെ ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ ഹിന്ദു, ജൈന മതങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ചന്ദേല രാജവംശമാണ് ഈ മനോഹരമായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. കഥാസരിൽസാഗരം രചിച്ചത് സോമദേവൻ. 11ാം നൂറ്റാണ്ടിൽ കാശ്മീരിലെ സോമദേവൻ രചിച്ച പ്രസിദ്ധമായ സംസ്കൃത കഥാസമാഹാരമാണ് കഥാസരിൽസാഗരം. ഇത് ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയാണ്. നാഷണൽ സോഷ്യലിസം ആരുടെ പ്രത്യയശാസ്ത്രമായിരുന്നു? ഹിറ്റ്ലർ. നാഷണൽ സോഷ്യലിസം അഥവാ നാസിസം അഡോൾഫ് ഹിറ്റ്ലറുടെയും അദ്ദേഹത്തിന്റെ നാസി പാർട്ടിയുടെയും പ്രത്യയശാസ്ത്രമായിരുന്നു. ഇത് തീവ്ര ദേശീയതയും വംശീയതയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. പോളിയോ രോഗത്തിനെതിരായ ആദ്യത്തെ ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോനാസ് സാൽക്ക് ആണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പോളിയോയിൽ നിന്ന് രക്ഷിച്ചു. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് ഏതു വ്യവസായത്തിന് പ്രശസ്തമാണ്? സ്റ്റീൽ. അമേരിക്കയിലെ പെൻസിൽവാനിയയിലുള്ള പിറ്റ്സ്ബർഗ് നഗരം സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നു. ഇരുമ്പ്, ഉരുക്ക് വ്യവസായങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? സൂറത്ത്. ഗുജറാത്തിലെ സൂറത്തിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി SVNIT ഇന്ത്യയിലെ പ്രമുഖ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. പിയാത്ത എന്ന ശില്പം നിർമ്മിച്ചത് മൈക്കലാഞ്ചലോ. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്ത ശില്പിയായ മൈക്കലാഞ്ചലോ നിർമ്മിച്ച പ്രശസ്തമായ ശില്പമാണ് പിയാത്ത. മരിച്ച യേശുവിനെ മടിയിൽ വെച്ച് ദുഃഖിച്ചിരിക്കുന്ന മറിയത്തെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? രാജമുന്ദ്രി. ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ പുകയില കൃഷി, വിളവ് വർധനവ് എന്നിവയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ്. പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ്? നൈൽ. പുരാതന ഈജിപ്തിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികളാണ് പിരമിഡുകൾ. നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഇവ കൂടുതലും കാണപ്പെടുന്നത്. ഈ പിരമിഡുകൾ ഫറവോമാരുടെ ശവകുടീരങ്ങളായിരുന്നു. സുക്ന തടാകം എവിടെയാണ്? ചണ്ഡീഗഡ്. ഹിമാലയൻ മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മനുഷ്യനിർമ്മിത തടാകമാണ് സുക്ന. ചണ്ഡീഗഡിന്റെ സ്ഥാപകനായ ലെ കോർബസിയർ ആയിരുന്നു ഇതിന്റെ രൂപകൽപ്പന ചെയ്തത്. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. നിരവധി ഗോത്രഭാഷകൾ നിലവിലുണ്ടെങ്കിലും ഭരണപരമായ കാര്യങ്ങൾക്കായി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു. 1930-ൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? വള്ളത്തോൾ നാരായണമേനോൻ. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളെ, പ്രത്യേകിച്ച് കഥകളിയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി വള്ളത്തോൾ നാരായണമേനോൻ 1930-ൽ സ്ഥാപിച്ച സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡൽഹി സുൽത്താനാര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനത്തിലെ തുഗ്ലക്ക് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ദൂരവ്യാപകമായതും എന്നാൽ പലപ്പോഴും പരാജയപ്പെട്ടതുമായ ഭരണപരിഷ്കാരങ്ങൾ ഇദ്ദേഹം നടപ്പിലാക്കി. ഇത് ഇദ്ദേഹത്തിന് പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്ത്? സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി. പഴയകാലത്ത് ദീർഘയാത്ര ചെയ്യുന്ന നാവികർക്ക് പുതിയ പഴങ്ങളും പച്ചക്കറികളും ലഭ്യമല്ലാത്തതുകൊണ്ട് ഈ രോഗം വ്യാപകമായിരുന്നു. അതിനാൽ ഇത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെട്ടു. പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന്റെ ശില്പി ആര്? ബനാനസ് ബൊനാനോ പിസാനോ. ഇറ്റലിയിലെ പിസയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചരിഞ്ഞ ഗോപുരം ലോകത്തിലെ അത്ഭുതകരമായ വാസ്തുവിദ്യാ വിസ്മയങ്ങളിലൊന്നാണ്. 1173-ൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ മണ്ണ് താഴ്ന്നുപോയതിനാൽ ഇത് ചരിഞ്ഞുപോയി. പിതൃഹത്യയിലൂടെ സിംഹാസനം കൈയടക്കിയ ഇന്ത്യാ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവാര്? അജാതശത്രു. മഗധയിലെ ഹര്യങ്ക രാജവംശത്തിലെ പ്രബലനായ ഭരണാധികാരിയായിരുന്നു അജാതശത്രു. തന്റെ പിതാവായ ബിംബിസാരനെ കൊന്ന് അധികാരത്തിലെത്തിയ ഇദ്ദേഹം ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായിരുന്നു. രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. തുളസീദാസിന്റെ വിഖ്യാതമായ രാമചരിതമാനസം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പ്രമുഖ സാഹിത്യകാരനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഈ വിവർത്തനം മലയാളികൾക്കിടയിൽ രാമചരിതമാനസത്തിന് വലിയ പ്രചാരം നേടിക്കൊടുത്തു. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഈജിപ്ത്. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായ പിരമിഡുകൾക്ക് പേരുകേട്ട രാജ്യമാണ് ഈജിപ്ത്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഗിസയിലെ പിരമിഡ് ഈജിപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പട്ടടക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ്? കർണാടകം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രസമുച്ചയമാണ് കർണാടകയിലെ പട്ടടക്കൽ. ചാലൂക്യ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളായ ഇവിടെ ഒട്ടേറെ ക്ഷേത്രങ്ങൾ കാണാം. 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത്? ആന. ആനകൾക്ക് അവയുടെ 4 കാലുകളും ഒരേ ദിശയിൽ വളക്കാൻ കഴിയും. ഇത് മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സവിശേഷതയാണ്. പ്രിവി പൾസുകൾ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യം നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. നാട്ടുരാജാക്കന്മാർക്ക് സ്വാതന്ത്ര്യാനന്തരം നൽകി വന്നിരുന്ന പ്രിവി പൾസ് എന്ന പ്രത്യേക ആനുകൂല്യം 1971-ൽ ഇന്ദിരാഗാന്ധി സർക്കാർ നിർത്തലാക്കി. ഇത് രാജ്യത്തിന്റെ സാമൂഹിക സമത്വത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു. ബുദ്ധമതക്കാരുടെ ആരാധനാലയം ഏത്? പഗോഡ. ബുദ്ധമത വിശ്വാസികൾ ആരാധനകൾ നടത്തുന്ന ക്ഷേത്രങ്ങളെയോ സ്തൂപങ്ങളെയോ ആണ് പഗോഡകൾ എന്ന് പറയുന്നത്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇവ വ്യാപകമായി കാണപ്പെടുന്നു. നവാമുകുന്ദ ക്ഷേത്രം എവിടെയാണ്? തിരുനാവായ. മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന വിഷ്ണു ക്ഷേത്രമാണ് നവാമുകുന്ദ ക്ഷേത്രം. മാമാങ്ക മഹോത്സവത്തിന്റെ വേദിയായും ഈ പ്രദേശം അറിയപ്പെടുന്നു. 1893-ൽ ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയനാര്? സ്വാമി വിവേകാനന്ദൻ. 1893-ൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെന്റിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി. എന്റെ അമേരിക്കൻ സഹോദരീ സഹോദരന്മാരെ എന്ന അഭിസംബോധനയോടെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യത്ത് ഉത്തരവാദിത്തമുള്ള ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1941-ൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ ഇതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? മുത്തശ്ശി. പ്രമുഖ മലയാള കവയിത്രി ബാലാമണിയമ്മയ്ക്ക് 1965-ൽ മുത്തശ്ശി എന്ന കവിതാസമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്ന ബാലാമണിയമ്മയുടെ പ്രധാന കൃതികളിലൊന്നാണ് ഇത്.
നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? കൊച്ചി. ഇന്ത്യൻ നാവികസേനയുടെ ഒരു പ്രധാന പരിശീലന കേന്ദ്രമാണ് കൊച്ചിയിലുള്ള INS വെണ്ടുരുത്തി. നാവികസേനയുടെ തെക്കൻ കമാൻഡിന്റെ ആസ്ഥാനവും കൊച്ചിയിലാണ്. നാഷണൽ ഫിലിം ആർക്കൈവ്സിന്റെ ആസ്ഥാനം എവിടെയാണ്? പൂനെ. ഇന്ത്യയിലെ സിനിമ പൈതൃകങ്ങളെ സംരക്ഷിക്കുന്നതിനും ഡോക്യുമെന്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ. ഇതിന്റെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഫ്യൂസ് വയർ ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെ അമിത വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ ഉപകരണമാണ് ഫ്യൂസ്. ടിൻ, ലെഡ് എന്നിവയുടെ ഒരു ലോഹസങ്കരമാണ് ഫ്യൂസ് വയറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ബസ്ര ഏത് രാജ്യത്തെ തുറമുഖമാണ്? ഇറാഖ്. ഇറാഖിലെ ഒരു പ്രധാന തുറമുഖ നഗരവും വ്യാവസായിക കേന്ദ്രവുമാണ് ബസ്ര. ഷട്ട് അൽ അറബ് നദിയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ ഏത്? പാലി. ബുദ്ധമതത്തിലെ ഏറ്റവും പുരാതനമായ ത്രിപിടകങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടത് പാലി ഭാഷയിലാണ്. ബുദ്ധന്റെ കാലഘട്ടത്തിൽ വടക്കേ ഇന്ത്യയിൽ സംസാരിച്ചിരുന്ന ഒരു പ്രാകൃത ഭാഷയായിരുന്നു ഇത്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ഏത്? ദുർഗേശനന്ദിനി. വന്ദേമാതരം എന്ന ദേശീയഗാനം രചിച്ച ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവലാണ് 1865-ൽ പ്രസിദ്ധീകരിച്ച ദുർഗേശനന്ദിനി. ഈ നോവൽ അദ്ദേഹത്തെ പ്രമുഖ എഴുത്തുകാരനാക്കി. ബർമ്മയുടെ പേര് മ്യാൻമാർ എന്നാക്കിയ വർഷം ഏത്? 1989. 1989-ൽ പട്ടാള ഭരണകൂടം ബർമ്മയുടെ പേര് മ്യാൻമാർ എന്ന് മാറ്റി. രാജ്യത്തിന്റെ പ്രാദേശികമായ പേരും പ്രാദേശിക ഭാഷയ്ക്ക് അനുസൃതമായും ഇത് മാറ്റി. മലയാള മനോരമയുടെ സ്ഥാപകൻ ആര്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. 1888-ൽ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിലൊന്നാണ് മലയാള മനോരമ. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ്? ന്യൂഡൽഹി. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ ലബോറട്ടറിയാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. ഇന്ത്യയിലെ ശാസ്ത്രീയ അളവുകളുടെ നിലവാരം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. പാമ്പുകളുടെ രാജാവ് ആര്? രാജവെമ്പാല. ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പുകളിൽ ഒന്നാണ് രാജവെമ്പാല. ഇത് തെക്കുകിഴക്കൻ ഏഷ്യയിലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഇരവികുളം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിന് ഈ ദേശീയോദ്യാനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. സപ്തശതകം രചിച്ച ശതവാഹന രാജാവ് ആര്? ഹാലൻ. ശതവാഹന രാജവംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്നു രാജാ ഹാലൻ. ഗാഥാസപ്തശതി, സപ്തശതകം എന്ന പ്രാകൃതകാവ്യസമാഹാരം ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ബനിയൻ മരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷം ഏത്? പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായ പേരാൽ, ഫീക്കസ് ബംഗാലനസിസ്, ബനിയൻ മരം എന്നും അറിയപ്പെടുന്നു. വലിയ ആൽമരങ്ങൾക്കിടയിൽ ഇതൊരു പ്രധാനപ്പെട്ട വൃക്ഷമാണ്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആര്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവും രാഷ്ട്രപിതാവുമായ മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ താമസിച്ചിരുന്നതുകൊണ്ട് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നു. അഹിംസയിലധിഷ്ഠിതമായ സമരമുറകൾക്ക് അദ്ദേഹം ഊന്നൽ നൽകി. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ചെനാബ് നദിയിൽ ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ബഗ്ലിഹാർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധുനദീജല ഉടമ്പടി പ്രകാരം ഈ പദ്ധതിക്ക് തർക്കങ്ങളുണ്ടായിരുന്നു. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ഏത് രാജ്യക്കാരനാണ്? കൊളംബിയ. വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനും നോബൽ സമ്മാന ജേതാവുമാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്.
അദ്ദേഹത്തിന്റെ 100 വർഷത്തെ ഏകാന്തത എന്ന നോവൽ ലോകപ്രശസ്തമാണ്. സന്താനഗോപാലം രചിച്ച ഭക്തകവി ആര്? പൂന്താനം. പ്രമുഖ ഭക്തകവിയായിരുന്ന പൂന്താനം നമ്പൂതിരിയുടെ പ്രധാന കൃതികളിലൊന്നാണ് സന്താനഗോപാലം പാന. ഭക്തിപ്രധാനമായ കവിതകളിലൂടെയാണ് പൂന്താനം മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? റോം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ FAO ആസ്ഥാനം ഇറ്റലിയിലെ റോമിലാണ്. ലോകമെമ്പാടുമുള്ള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം ഏത്? USA. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എഴുതപ്പെട്ടതും ഇപ്പോഴും നിലവിലുള്ളതുമായ ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. 1787 ഇത് രൂപീകരിക്കുകയും 1789 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനം ഏത് രാജ്യത്തിന്റേതാണ്? ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനങ്ങളിലൊന്നാണ് ജപ്പാന്റെ കിമിഗയോ. ഇതിന്റെ വരികൾ 9-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു കവിതയിൽ നിന്നാണ് എടുത്തത്. നായി തോമസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്ന വർഷം? AD 345. നായി തോമസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ സിറിയയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലെത്തിയത് AD 345 വിശ്വസിക്കപ്പെടുന്നു. ഇത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ് ആര്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം അവിവാഹിതനായിരുന്നു. അക്ബർ നിരോധിച്ച ജസിയ നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര്? ഔറംഗസീബ്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് അക്ബർ നിർത്തലാക്കിയ ജസിയ നികുതി പുനഃസ്ഥാപിച്ചു. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ മതസഹിഷ്ണുത നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ ഷെവരോയ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട്. കിഴക്കൻ ഘട്ടത്തിലെ രത്നം എന്നും ഇത് അറിയപ്പെടുന്നു. കൃഷ്ണദേവരായരുടെ സദസ് അലങ്കരിച്ചിരുന്ന അഷ്ടദിഗ്ഗജങ്ങളുടെ തലവനാര്? അല്ലസാനി പെദണ്ണ. വിജയനഗര സാമ്രാജ്യത്തിലെ തുളുവ രാജവംശത്തിലെ പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിന്റെ സദസ്സിലെ 8 പ്രമുഖ കവികളായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ. അവരിൽ പ്രധാനിയായിരുന്നു അല്ലസാനി പെദണ്ണ. സോഡിയം വേപ്പർ ലാമ്പ് ഏത് നിറത്തിൽ പ്രകാശിക്കും? മഞ്ഞ. തെരുവുവിളക്കുകളിലും മറ്റ് ഔട്ട്ഡോർ ലൈറ്റിംഗിനും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തരം ഗ്യാസ് ഡിസ്ചാർജ് വിളക്കാണ് സോഡിയം വേപ്പർ ലാമ്പ്. ഇത് വളരെ തിളക്കമുള്ള മഞ്ഞ നിറത്തിലുള്ള പ്രകാശം പുറത്തുവിടും. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏത്? ബ്രസീൽ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യവും ലോകത്തിലെ 5ാമത്തെ വലിയ രാജ്യവുമാണ് ബ്രസീൽ. പോർച്ചുഗീസ് സംസാരിക്കുന്ന ഏക ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണിത്. ബുദ്ധമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം ഏത്? ഇന്തോനേഷ്യയിലെ ബോറോബുദൂർ. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ബോറോബുദൂർ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത സ്തൂപമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി ഏത്? പ്ലീഹ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥിയാണ് പ്ലീഹ. രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായ ഇത് രക്തം അരിച്ചു ശുദ്ധീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു ഏത്? നീലത്തിമിംഗലം. ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനിയും ഏറ്റവും വലിയ മൃഗവുമാണ് നീലത്തിമിംഗലം. ഇവയുടെ കുഞ്ഞിന് ജനിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ടൺ കണക്കിന് ഭാരമുണ്ടാകും. തൈക്കാട് റെസിഡൻസിയുടെ മാനേജരായിരുന്നു നവോത്ഥാന നായകനാര്? തൈക്കാട് അയ്യഗുരു. 19ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ഒരു പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും ആത്മീയ ആചാര്യനുമായിരുന്നു തൈക്കാട് അയ്യഗുരു. തിരുവനന്തപുരത്തെ തൈക്കാട് റെസിഡൻസിയിൽ മാനേജരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ടുവെച്ച നവോത്ഥാന നായകനാര്? പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ അപ്പച്ചൻ കേരളത്തിലെ ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര്? AR രാജരാജവർമ്മ. ആധുനിക മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവിയായ കുമാരനാശാന്റെ വിഖ്യാതമായ കാവ്യമായ നളിനിക്ക് അവതാരിക എഴുതിയത് കേരളപാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയാണ്. ഇത് മലയാള സാഹിത്യത്തിൽ ഒരു പ്രധാന സംഭവമായിരുന്നു. കല്ലുമാല സമരം നയിച്ചത് ആര്? അയ്യങ്കാളി. കേരളത്തിലെ ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളി. 1915-ൽ കൊല്ലം പെരിനാട്ടിൽ നടന്ന കല്ലുമാല സമരം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രധാന സമരമായിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകനാര്? ബ്രഹ്മാനന്ദ ശിവയോഗി. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. പച്ച ഇല ചുവപ്പു പ്രകാശത്തിൽ എന്ത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ്. ഒരു വസ്തു അതിൽ പതിക്കുന്ന പ്രകാശത്തിൽ നിന്ന് അതിന്റെ തനത് നിറം ഒഴികെയുള്ള മറ്റ് നിറങ്ങളെ ആഗിരണം ചെയ്യുകയും സ്വന്തം നിറത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. പച്ച ഇല ചുവപ്പ് പ്രകാശത്തെ ആഗിരണം ചെയ്യുമ്പോൾ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ഭൂമി. സൗരയൂഥത്തിലെ മൂന്നാമത്തെ ഗ്രഹമായ ഭൂമിക്ക് ഉപരിതലത്തിൽ ധാരാളം ജലമുള്ളതുകൊണ്ട് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ നീലഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നു. ഫീനോളിന്റെ രാസനാമം? കാർബോളിക് ആസിഡ്. ഫീനോൾ ഒരു ഓർഗാനിക് സംയുക്തമാണ്. അതിന്റെ രാസനാമം കാർബോളിക് ആസിഡ് (CrH5O) എന്നാണ്. ഇത് അണുനാശിനികളിലും മറ്റു വ്യാവസായിക ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? CK ലക്ഷ്മണൻ. ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. 1924-ലെ പാരീസ് ഒളിമ്പിക്സിൽ 110 മീറ്റർ ഹഡിൽസ് ഇനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി ആര്? സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ 1950 ഡിസംബർ 15-ന് പദവിയിലിരിക്കെയാണ് അന്തരിച്ചത്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഫിർദൌസി രചിച്ച പ്രധാന കൃതി? ഷാഹ്നാമ. പേർഷ്യൻ സാഹിത്യത്തിലെ ഇതിഹാസ കാവ്യങ്ങളിലൊന്നായ ഷാഹ്നാമ പേർഷ്യൻ കവിയായ ഫിർദൌസിയാണ് രചിച്ചത്. പുസ്തകങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഇത് ഇറാനിയൻ ദേശീയ ഇതിഹാസമാണ്. വേൾഡ് വൈഡ് വെബ് പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞനാര്? ടിം ബെർണേഴ്സ്-ലീ. വേൾഡ് വൈഡ് വെബിന്റെ WWW കണ്ടുപിടുത്തത്തിന്റെ ബഹുമതി ടിം ബെർണേഴ്സ്-ലീക്കാണ്. ഇന്റർനെറ്റിന്റെ വ്യാപകമായ ഉപയോഗത്തിന് വഴിയൊരുക്കിയത് അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യമേത്? ഇംഗ്ലണ്ട്. ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ പെൻഡി ബ്ലാക്ക് പുറത്തിറക്കിയത് 1840-ൽ ബ്രിട്ടനാണ്. ആധുനിക തപാൽ സംവിധാനത്തിന് ഇത് ഒരു വലിയ മുന്നേറ്റമായിരുന്നു. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ക്ഷയം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് ക്ഷയം. ചരിത്രപരമായി ഇത് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ടിരുന്നു, കാരണം ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായി. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? പൂനെ. ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര ടെലിവിഷൻ പരിശീലന സ്ഥാപനമാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ (FTII). മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതത്തിന്റെ ഏതു വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത്? മഹായാനം.
കുശാന രാജവംശത്തിലെ പ്രശസ്തനായ ചക്രവർത്തി കനിഷ്കൻ മഹായന ബുദ്ധമതത്തിന്റെ വലിയ പ്രോത്സാഹകനായിരുന്നു. 4ാം ബുദ്ധമത സമ്മേളനം കനിഷ്കന്റെ കാലത്താണ് നടന്നത്. ഫീനോൾഫ്തലീന് ആസിഡിലുള്ള നിറമില്ല. ആസിഡ് ബേസ് ടൈട്രേഷനുകളിൽ സൂചകമായി ഉപയോഗിക്കുന്ന ഒരു രാസസംയുക്തമാണ് ഫീനോൾഫ്തലീൻ. ആസിഡ് ലായനിയിൽ ഇതിന് നിറമുണ്ടാകില്ല, എന്നാൽ ബേസിക് ലായനിയിൽ ഇത് പിങ്ക് നിറം കാണിക്കുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ: കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭയ്ക്ക് നിയമസഭ പുറമെ നിയമനിർമ്മാണ കൗൺസിലും വിആയ പരിഷത്ത് ഉണ്ട്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ളത്. ബിലാത്തി വിശേഷം എന്ന യാത്രാവിവരണം രചിച്ചത് ആര്? കെ.പി. കേശവമേനോൻ. സ്വാതന്ത്ര്യസമരസേനാനിയും പ്രമുഖ പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായിരുന്ന കെ.പി. കേശവമേനോന്റെ പ്രശസ്തമായ യാത്രാവിവരണമാണ് ബിലാത്തി വിശേഷം. ഇത് യൂറോപ്പിലെ അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങളെക്കുറിച്ചാണ്. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത്? സത്ലജ്. സിന്ധു നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് സത്ലജ്. പഞ്ചാബിലെ പ്രധാനപ്പെട്ട 5 നദികളിൽ ഏറ്റവും വലുത് സത്ലജാണ്. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുള. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ ഗുരുകുലം കേരളത്തിലെ പരമ്പരാഗത വാസ്തുവിദ്യയും ശില്പകലയും പഠിപ്പിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ്. ബുധന്റെ കസിൻ ആര്? ദേവദത്തൻ. ബുധന്റെ കസിനും ശിഷ്യനുമായിരുന്ന ദേവദത്തൻ പിന്നീട് ബുദ്ധനോട് എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും സ്വന്തമായി ഒരു വിഭാഗം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ബുദ്ധമത ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമാണ് അദ്ദേഹം. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം ഏത്? മുംബൈ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈയിലാണ് രാജ്യത്തെ പ്രധാന ഓഹരി വിപണികളായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെയാണ്. ലോകത്തിന്റെ കാപ്പിക്കടവ് എന്നറിയപ്പെടുന്നത്? ബ്രസീലിലെ സാന്റോസ്. ബ്രസീലിലെ ഒരു പ്രധാന തുറമുഖ നഗരമാണ് സാന്റോസ്. ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നായതുകൊണ്ട് ഇത് ലോകത്തിന്റെ കാപ്പിക്കടവ് എന്നറിയപ്പെടുന്നു. വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് ആര്? ഐവസ് ഡബ്ല്യു. മക്ഗാഫി. 1869. 1869-ൽ ഐവസ് ഡബ്ല്യു. മക്ഗാഫി ആദ്യത്തെ വാക്വം ക്ലീനർ കണ്ടുപിടിച്ചു. ഇത് വീടുകളിലെയും മറ്റ് സ്ഥലങ്ങളിലെയും വൃത്തിയാക്കൽ പ്രക്രിയയിൽ വിപ്ലവം സൃഷ്ടിച്ചു. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ ആരംഭിച്ച ആദ്യ രാജ്യം? ജപ്പാൻ. 1979-ൽ ജപ്പാനാണ് ലോകത്ത് ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സേവനം ആരംഭിച്ചത്. NTT എന്ന കമ്പനിയാണ് ഈ സേവനം ലഭ്യമാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച ചെനാബ് റെയിൽവേ പാലം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാന നിർമ്മാണ വിസ്മയമാണ്. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം? പുല്ലാങ്കുഴൽ. പുല്ലാങ്കുഴൽ അഥവാ ഓടക്കുഴൽ കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത കാറ്റൂതുന്ന സംഗീതോപകരണമാണ്. ഇതിന്റെ മനോഹരമായ ശബ്ദം ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന് അവിഭാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കറുവത്തോട്ടം? അഞ്ചരക്കണ്ടി. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന കറുവത്തോട്ടം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ്. ഈ തോട്ടം ബ്രിട്ടീഷുകാരാണ് സ്ഥാപിച്ചത്. സിന്ധുവിന്റെ പോഷകനദികളിൽ ഏറ്റവും നീളം കൂടിയത്? സത്ലജ്. സിന്ധു നദീതട വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു പോഷകനദിയാണ് സത്ലജ്. പഞ്ചാബിലൂടെ ഒഴുകുന്ന ഇത് സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷകനദികളിൽ ഒന്നാണ്. ലോകത്തിലെ ആദ്യത്തെ ദൃഢലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം? USA.
ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ടതും ദൃഢവുമായ ഭരണഘടന അമേരിക്കയുടേതാണ്. 1787-ൽ ഇത് എഴുതി പൂർത്തിയാക്കുകയും 1789-ൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത കെ.ആർ. ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ അംഗമായിരുന്ന കെ.ആർ. ഗൗരിയമ്മ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിതയാണ്. കേരള രാഷ്ട്രീയത്തിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായിരുന്നു അവർ. സേവാദൾ രൂപവത്കരിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗമായി സേവാദൾ രൂപീകരിക്കുന്നതിൽ ജവഹർലാൽ നെഹ്റു പ്രധാന പങ്ക് വഹിച്ചു. ഇത് സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഊന്നൽ നൽകി. ലോകത്തിൽ കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പർവ്വതനിര? ആൽപ്സ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിര ലോകത്തിലെ കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പർവ്വതനിരകളിലൊന്നാണ്. ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഇത് വ്യാപിച്ചുകിടക്കുന്നു. ഗോബി മരുഭൂമി ഏത് രാജ്യത്താണ്? മംഗോളിയ. മംഗോളിയയിലും ചൈനയുടെ ചില ഭാഗങ്ങളിലും വ്യാപിച്ചുകിടക്കുന്ന ഒരു വലിയ മരുഭൂമിയാണ് ഗോബി മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമികളിൽ ഒന്നാണിത്. കോളിഫ്ലവറിന്റെ ഏതു ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്? പുഷ്പമഞ്ജരി. കോളിഫ്ലവറിന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം അതിന്റെ പുഷ്പമഞ്ജരിയാണ്. ഇത് സാധാരണയായി വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ്? ചൈന. ലോകത്തിലെ ആദ്യകാല പത്രങ്ങൾ ചൈനയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. താങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഡിബാവോ എന്ന പേരിൽ സർക്കാർ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ച രേഖകൾ പത്രങ്ങളുടെ ആദ്യ രൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ്? ജോർജ് അഞ്ചാമൻ. 1911-ൽ ഡൽഹി ദർബാറിൽ പങ്കെടുക്കുന്നതിനായാണ് ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു ഇത്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം? ഗുവാഹത്തി. ആസാം സംസ്ഥാനത്തെ ഗുവാഹത്തി നഗരം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരവും സാമ്പത്തിക കേന്ദ്രവുമാണ്. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാൻ ചലച്ചിത്രോത്സവം ഏത് രാജ്യത്താണ്? ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രോത്സവങ്ങളിൽ ഒന്നായ കാൻ ചലച്ചിത്രോത്സവം ഫ്രാൻസിലെ കാൻ നഗരത്തിൽ വർഷം തോറും നടക്കുന്നു. അന്താരാഷ്ട്ര സിനിമകൾക്ക് ഇത് ഒരു പ്രധാന വേദിയാണ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി? ഹാൽഷെപ്സുത്, ഈജിപ്ത്. പുരാതന ഈജിപ്തിലെ 18ാം രാജവംശത്തിലെ ഫറവോ ആയിരുന്ന ഹാൽഷെപ്സുത് ലോകത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന വനിതാ ഭരണാധികാരികളിൽ ഒരാളാണ്. ഈജിപ്തിൽ വലിയ സാമ്പത്തിക വളർച്ചയും നിർമ്മാണ പ്രവർത്തനങ്ങളും അവർ കാഴ്ചവച്ചു. ഇംഗ്ലണ്ടിൽ അടിമത്തം അവസാനിപ്പിച്ച വർഷം? 1833. 1833-ൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ സ്ലേവറി അബോളിഷൻ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുടനീളം അടിമത്തം നിരോധിച്ചത്. ആദ്യത്തെ സൈക്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് ആര്? വൂണ്ട്, വില്യം വൂണ്ട്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വില്യം വൂണ്ടാണ് 1879-ൽ ജർമ്മനിയിലെ ലീപ്സിഗിൽ ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം? ജപ്പാൻ. കൊച്ചി തുറമുഖം നവീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ജപ്പാൻ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ആര്? ഗുൽസാരിലാൽ നന്ദ. ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും മരണശേഷം ഗുൽസാരിലാൽ നന്ദ 2 തവണ ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. അഹമ്മദാബാദ് നഗരത്തിന്റെ സ്ഥാപകൻ? അഹമ്മദ് ഷാ ഒന്നാമൻ. 1411-ൽ അഹമ്മദ് ഷാ ഒന്നാമൻ ഗുജറാത്ത് സുൽത്താനേറ്റിന്റെ തലസ്ഥാനമായി അഹമ്മദാബാദ് നഗരം സ്ഥാപിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിംഗ്സ്.
1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിന്റെ ആദ്യ ഗവർണർ ജനറലായി നിയമിതനായ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അഹമ്മദിയ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? മിർസ ഗുലാം അഹമ്മദ്. 19-ാം നൂറ്റാണ്ടിൽ മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിന് പഞ്ചാബിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ മെയിൻ ബാറ്റിൽ ടാങ്ക്? അർജുൻ. DRDO വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മെയിൻ ബാറ്റിൽ ടാങ്കാണ് അർജുൻ. ഇന്ത്യൻ കരസേന ഇത് ഉപയോഗിക്കുന്നു. മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമം. 1930 മാർച്ച് 12-ന് ഗാന്ധിജിയും അനുയായികളും അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടൽത്തീരത്തേക്ക് ഉപ്പുസത്യാഗ്രഹത്തിനായി കാൽനടയായി യാത്ര ആരംഭിച്ചു. പ്ലാസി യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. 1757-ൽ നടന്ന പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ നേടിയ വിജയം ഇന്ത്യയിൽ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുകയും കോളനിവൽക്കരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര പുസ്തകവർഷം 1972. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം 1972 അന്താരാഷ്ട്ര പുസ്തകവർഷമായി ആചരിച്ചു. വായന പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്? VV ഗിരി. ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചപ്പോൾ അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന VV ഗിരി ഇന്ത്യയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ബിർള ഹൌസ് എവിടെയാണ്? ന്യൂഡൽഹി. 1948 ജനുവരി 30-ന് മഹാത്മാഗാന്ധി നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റു മരിച്ചത് ന്യൂഡൽഹിയിലെ ബിർള ഹൌസ് വളപ്പിൽ വെച്ചാണ്. ഇത് ഇപ്പോൾ ഗാന്ധി സ്മൃതി എന്നറിയപ്പെടുന്നു. IIT സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല? മലപ്പുറം. കേരള സർക്കാരിന്റെ ഈ സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് 2002-ൽ മലപ്പുറം ജില്ലയിലാണ് തുടക്കമിട്ടത്. ഇത് ഗ്രാമീണ മേഖലയിൽ കമ്പ്യൂട്ടർ സാക്ഷരത വ്യാപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. മനുഷ്യഹൃദയത്തിന്റെ ഭാരം? പുരുഷന്മാർക്ക് ഏകദേശം 340 ഗ്രാം, സ്ത്രീകൾക്ക് ഏകദേശം 255 ഗ്രാം. മനുഷ്യഹൃദയത്തിന്റെ ഭാരം വ്യക്തിയുടെ ലിംഗഭേദം, പ്രായം, ശാരീരിക അവസ്ഥ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. പൊതുവായി പുരുഷന്മാരിലാണ് അല്പം കൂടുതൽ ഭാരം കാണപ്പെടുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം? ബ്രസീൽ. തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രസീൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ലോകത്തിലെ 5ാമത്തെ വലിയ രാജ്യവും ബ്രസീലാണ്. തെക്കേ ഇന്ത്യ സന്ദർശിച്ച അഥാനാസ്യൂസ് നികിതിൻ ഏത് രാജ്യക്കാരനായിരുന്നു? റഷ്യ. 15-ാം നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യ സന്ദർശിച്ച ഒരു റഷ്യൻ വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു അഥാനാസ്യൂസ് നികിതിൻ. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം? 1891. തിരുവിതാംകൂർ ദിവാന് തദ്ദേശീയരായ ആളുകൾക്ക് സർക്കാർ ജോലികളിൽ കൂടുതൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 1891-ൽ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ.